മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനാവുന്നതും ശ്രമിക്കുന്നുണ്ട് എഴുന്നേൽക്കാൻ, പക്ഷെ കണ്ണന് സാധിക്കുന്നതേ ഇല്ല. അത് കണ്ടുകൊണ്ട് തോമസ് വൈദ്യർക്ക് ആകെ നിരാശയാവുകയാണ് കേട്ടോ. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിരുന്നതാണ്, നാളെ നിൻ്റെ പിറന്നാൾ ദിവസം അവൾക്ക് ഞാനൊരു അത്ഭുതം കാണിച്ചു കൊടുക്കും, നീ എഴുന്നേറ്റ് നടക്കും എന്ന്. അത്രയും പ്രതീക്ഷയുണ്ടായിരുന്നു കണ്ണ എനിക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. കണ്ണനോ ആകെ നിരാശയാവുകയാണ്. ആവുന്നതും കണ്ണൻ നോക്കുന്നുണ്ട് നടക്കാൻ, പക്ഷേ സാധിക്കുന്നില്ല. ആ സാരമില്ല കണ്ണ, നീ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്ക്, നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തോമസ് വൈദ്യർ പോവുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മഹി അങ്ങനെ ഉറക്കത്ത് പെട്ടെന്ന് എണിക്കുകയാണ്. അയ്യോ, കണ്ണേട്ടൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാം, ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് മഹിയെ മയക്കിയിട്ട് കൊണ്ടുപോവുകയാണല്ലോ. അതേസമയം മഹിയെ മയക്കി കൊണ്ടുപോയവർ കാറിൻ്റെ ഡിക്കിയിലിട്ടിട്ട് പ്രതാപനും മുത്തശ്ശിയും കാണാനായിട്ട് വരികയാണ് കേട്ടോ. അവർക്ക് നേരിട്ട് കാണണം, ഞാനാണ് അവളുടെ ജീവൻ എടുക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത് എന്ന് നിർബന്ധമായിട്ടും ആ ഗുണ്ടയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം ആ ഗുണ്ട അതേപോലെ തന്നെ മുത്തശ്ശിയും പ്രതാപനും ആശുപത്രിയിൽ നിന്നൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ മഹാലക്ഷ്മിയെ കാണുമ്പോൾ മഹാലക്ഷ്മി അബോധാവസ്ഥയിലാണ്. അങ്ങനെ പറ്റില്ല, അവളെ ജീവനോടെ, അവളെ കൊന്നത് ഞാനാണെന്ന് അവൾ അറിയണം, എങ്കിൽ മാത്രമേ എനിക്കൊരു സ്വസ്ഥത കിട്ടുകയുള്ളൂ എന്നിങ്ങനെ പറയാണ്. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിക്ക് ബോധം വരുമ്പോൾ പ്രതാപൻ തോക്കെടുത്തിട്ട് വെക്കുകയാണ് കേട്ടോ. അയ്യോ, എന്നെ കൊല്ലരുത് എന്നിങ്ങനെ പറയണു. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി ഒരു നിമിഷം പകച്ചു പോവുകയാണ് കേട്ടോ. ഇവരെത്ര ചെയ്താലും ഇവരിങ്ങനെയാണല്ലോ എന്നുള്ള തൻ്റെ നിസ്സഹായ അവസ്ഥ, എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ലല്ലോ എന്ന് ഒരു നിമിഷം ചിന്തിക്കണം. അതേസമയം തോക്ക് ചൂണ്ടിയിട്ട് മഹാലക്ഷ്മിയെ വെടിവെക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, വെക്കടാ വെടി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി ഇങ്ങനെ വിചാരിക്കണം, എന്നാലും ഇങ്ങത്രയും ഇവർക്കൊരു മനസാക്ഷി ഇല്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കണം. അതേസമയം തന്നെ മഹാലക്ഷ്മി കരഞ്ഞ് കേണുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടൻ ശബരിമലയ്ക്ക് മാലയിട്ടിരിക്കുകയാണ്, കണ്ണേട്ടൻ പോവട്ടെ, പോയി കഴിഞ്ഞ് ഞാൻ നിങ്ങളെ എവിടെ വിളിക്കണം അവിടേക്കും വരാം, എന്നെ ഇപ്പം നിങ്ങൾ കൊല്ലരുത് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. കേണ് അപേക്ഷിക്കുകയാണ്. മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാര്യങ്ങളെല്ലാം കേട്ടോ. അതേസമയം കണ്ണൻ രാത്രി മുഴുക്കെ കിടന്നിട്ട് ഇത് പരിശ്രമിക്കുകയാണ് കേട്ടോ, എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തോമസ് വൈദ്യർ പുലർച്ചെ വരികയായിരിക്കും. ആ സമയത്ത് കണ്ണൻ പതുക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ തോമസ് വൈദ്യറിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കണ്ണ, നിൻ്റെ എല്ലാ നാഡീ ഞരമ്പുകളും ശരിയായി കണ്ണ, നിനക്ക് തിരിച്ചു കിട്ടിയ നിൻ്റെ 12ാം വയസ്സിൽ നിൻ്റെ തിരിച്ചു പോയത് നിനക്ക് കിട്ടി, ഇനി നീ നടക്കും കണ്ണ, നീ എഴുന്നേറ്റ് നടക്കും എന്ന് പറഞ്ഞ് തോമസ് വൈദ്യന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനി ഒരിക്കലും നീ ഇരിക്കരുത് കണ്ണ, നീ എഴുന്നേറ്റ് നടക്കണം, ഇത് കൂടെ തന്നെ നടക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മിയെ വിളിക്കാൻ കണ്ണൻ പറയണം കേട്ടോ. കണ്ണൻ മഹാലക്ഷ്മിയെ വിളിക്കാൻ പറയുമ്പോൾ തോമസ് വൈദ്യർ പറയുന്നുണ്ട്, വേണ്ട, ആ കുട്ടി ഉറങ്ങിക്കോട്ടെ, അതേസമയം അത് കുറേ പ്രാർത്ഥിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങിയിരിക്കുന്നത് എന്ന് പറയണം. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ആ മുത്തശ്ശി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, കണ്ണനെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടും. ഇങ്ങനെ മുത്തശ്ശി ഒരേ പ്രാർത്ഥനയിലാണ് കേട്ടോ, അയ്യപ്പനെ കാണാൻ സാധിക്കണം കണ്ണന് നടന്നു പോയിട്ട് എന്നിങ്ങനെ പറയണം. പിന്നീട് തോമസ് വൈദ്യർ തോള് പിടിച്ചിട്ട് നടക്കാൻ പറയണം കണ്ണനോട്. എൻ്റെ തോളിൽ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ചെറിയ കുട്ടികളെ പിച്ച വെച്ച് നടക്കും പോലെ തോമസ് വൈദ്യർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നെ വെടിവെക്കരുത്, ഒന്നും ചെയ്യരുത് എന്ന് പറയണം. നമ്മുടെ മാർക്കോ, ആ മുത്തശ്ശി പറഞ്ഞയക്കുന്നതാണ് മാർക്കോ തക്ക സമയത്ത് തന്നെ വരികയാണ്. തക്ക സമയത്ത് തന്നെ വന്നിട്ട് പ്രതാപനെ അടിക്കുകയാണ്. അടിച്ചിട്ട് പ്രതാപൻ്റെ കയ്യിൽ നിന്ന് ആ തോക്ക് പോവുകയാണ്. അതിനുശേഷം പ്രതാപനെ ഇട്ട് അടിക്കുകയാണ് കേട്ടോ മാർക്കോ. ആ അടിക്കണ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ പറയണം, അയ്യോ, എൻ്റെ മോനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ കരയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്, മോളെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത്, എൻ്റെ മോനെ ഒന്നും ചെയ്യരുത് എന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ. മഹാലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്നാൽ ഇവർ ഇത്രയും ചതിയും ഇത്രയും വഞ്ചനയുള്ള ഈ ലോകത്ത് തന്നെ വെച്ചേക്കാൻ പാടില്ല, ഇവരെയാണ് ആദ്യം ചെയ്യേണ്ടത്, ആ തള്ളയെ അങ്ങനെ വെടിവെക്കുകയെന്ന് മഹാലക്ഷ്മി മാർക്കോയോട് പറയാണ്.